Hello. Welcome to Market Discussion of the Day. Today, April 21st, 2026, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ പുതിയൊരു ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സസ് ആണ്. രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ 7 days ആയിരിക്കും ക്ലാസ് നടക്കുന്നത്, മൺഡേ ടു ഫ്രൈഡേ. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക്, ഒരു ബിഗിനർ ലെവലിൽ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഒരുപാട് ഫണ്ടമെൻ്റൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നറിയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ഗോൾഡിൻ്റെയും അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ ഓയിലിൻ്റെയും അതേപോലെ കറൻസീസിൻ്റെ, ഈവൻ GBP USD ആയിക്കോട്ടെ, യൂറോ USD ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം പ്രൈസ് ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രൈസിൻ്റെ വേരിയേഷൻ ഉണ്ടാവുന്നതിൻ്റെ റീസൺ ഇപ്പം ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒരു വാറാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ ബേസിക്കലി അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വീക്കെൻഡിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 24 hours ആയിട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആയിരിക്കും ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. സോ അതിന് മെയിനായിട്ടും നമ്മുടെ സീസ് ഫയർ തീരാൻ പോകുന്ന ദിവസമാണ് നാളെ. ഓക്കെ, April 22 ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇനി ഒരു 24 hours കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സീസ് ഫയറിൻ്റെ എന്താ പറയുക എക്സ്പയർ ആകും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ നമുക്ക് എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യാം ഇനിയൊരു പീസൊക്കെ എന്താ പീസ് എക്സ്റ്റൻഷൻ ഉണ്ടാകുമെന്ന്. പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ നാളെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ പറയുക സീസ് ഫയറൊക്കെ വീണ്ടും ഓൾറെഡി സീസ് ഫയർ പല സ്ഥലങ്ങളിലും ബ്രേക്ക് ആവുന്നുണ്ട്. പക്ഷേ ഒരു വലിയ തോതിലുള്ള അക്രമങ്ങൾ കുറച്ച് കുറവായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ അത് വീണ്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം, അങ്ങനെ നടക്കാതിരിക്കട്ടെ. പക്ഷേ അത് നാളെ എക്സ്പയർ ആകുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിലെ വീണ്ടും ക്ലോസ് ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രംപും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഒരു റൂട്ട് വിൽ ബി ക്ലോസ്ഡ് അണ്ടിൽ എ ഡീൽ ഈസ് റീച്ച്ഡ് എന്നുള്ളൊരു കാര്യം ട്രംപും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ അതേപോലെ തന്നെ നമ്മളുടെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിൽ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ എന്താ പറയുക സജസ്റ്റ് ചെയ്യുന്നത് ദേ മൈറ്റ് സ്കിപ്പ് ദ നെക്സ്റ്റ് റൗണ്ട് എന്നുള്ളൊരു കാര്യമാണ്. സോ നെക്സ്റ്റ് റൗണ്ട് ഓഫ് പീസ് ടോക്ക് ഇറാൻ സ്കിപ്പ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം വളരെ വലിയൊരു അൺസർട്ടനിറ്റിയാണ് ആക്ച്വലി മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇതൊക്കെ എന്താകും, എങ്ങനെയാണ് റിയാക്ഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ വളരെ ചെറിയൊരു രാവിലെ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഏഷ്യൻ സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ രാവിലെ ഒരു 7:30 ശേഷമൊക്കെ വളരെ ചെറിയൊരു മൂവ്മെൻറ്റ് 4780 to 4730 4830 അകത്തുള്ള ഒരു $50 മൂവ്മെൻ്റ് ഒക്കെ നടന്നിട്ടുള്ളൂ. ഓക്കെ, സോ ഇന്നും നമ്മൾ ആ ഒരു ടൈപ്പിലുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ദ വേൾഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ടുമോറോ. ഓക്കെ, സോ ടുമോറോ ഈ പറയുന്ന സീസ് ഫയർ എൻഡ് ആവുന്നത് കൊണ്ടിട്ട് തന്നെ വേൾഡ് അത് വെയിറ്റിങ്ങിലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് നേരെ ഇന്നത്തെ നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളിലോട്ട് പോവാം. നമ്മുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ GBP നിന്ന് 11:30 മണിക്ക്, അതായത് യൂറോപ്പ് ഓപ്പൺ ആവുന്ന സമയത്ത് ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ബേസ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അതായത് നമ്മുടെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഒക്കെ പോലെയുള്ളൊരു ന്യൂസാണ്. ഓക്കെ, സോ GBPയിൽ നിങ്ങൾക്ക് ട്രേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ട്രേഡ് ക്ലോസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ക്ലോസ് ചെയ്യുക, ലോസ് ചെറുതാണെങ്കിലൊക്കെ ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന 11:30 മണി കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വലിയ മൂവ്മെൻറ്റ്, അതായത് ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും അല്ല, ഉറപ്പായിട്ട് ഒരു വലിയ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെ ന്യൂസും അതേപോലെ ആവറേജ് ഏർണിംഗ് ഇൻഡെക്സ് ന്യൂസും വരുന്നുണ്ട്. 11:30 മണിക്കാണ് വരുന്നത്. അതായത് ഇനി ഒരു മണിക്കൂറിന് ശേഷം ഈ ന്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്ത് പോവുക. ഓക്കെ, 2:30 മണിക്ക് നമുക്ക് യൂറോയിൽ നിന്ന് 12 മണിക്കും 2:30 മണിക്കും നമുക്ക് യൂറോയിൽ നിന്നും
ന്യൂസുകൾ വരുന്നുണ്ട്. 5:45 നമുക്ക് ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് വരുന്നുണ്ട്. അത് ഡയറക്റ്റ്ലി ഗോൾഡിനെ അഫക്റ്റ് ചെയ്യുന്ന ന്യൂസാണ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ന്യൂസ് ഇതൊന്നും ബാക്കിയുള്ള ന്യൂസുകളൊന്നും ഇപ്പോൾ യൂറോയിൽ വരുന്ന ന്യൂസൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീറ്റെയിൽ സെയിൽസ് 6 മണിക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ US സെഷനകത്തുനിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളത് എനിക്ക് എടുത്ത് പറയാനായിട്ടുണ്ട്. കാരണം 5:30 മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് എന്തായാലും മാറി നിൽക്കാം. വളരെ വലിയൊരു മൂവ്മെൻറ്റ് നമ്മൾ US സെഷനിൽ എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം റീറ്റെയിൽ സെയിൽസ് മാത്രമല്ല, ഉറപ്പായിട്ടും റീറ്റെയിൽ സെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇൻഫ്ലേഷൻ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണണം. ഓക്കെ, അതേപോലെ അതിൻ്റെ കൂടെ തന്നെ രാത്രി 6 മണിക്ക് വൈകുന്നേരം 6 മണിക്ക് പ്രസിഡന്റ് ട്രംപ് അണ്ണൻ സ്പീച്ചുണ്ട്. ഓക്കെ, ട്രംപ് അണ്ണൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റിനെ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുകയും എവിടെയെങ്കിലുമൊക്കെ മാർക്കറ്റ് റണ്ണായി പോവുകയും ചെയ്യും. നമുക്ക് അറിയാം, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് ട്രംപിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. സോ സ്പീച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നു. കാരണം എന്തുകൊണ്ടാണ് ഈ മാർക്കറ്റ് ഇങ്ങനെ പോകുന്നത്? കാരണം ട്രംപിൻ്റെ ഒരു സ്പീച്ചായിരുന്നു അത്. ഓക്കെ, സോ ബേസിക്കലി ട്രംപ് എന്താണ് വിളിച്ച് പറയുന്നത് നമുക്ക് അറിയില്ല. സോ ഈ ഒരു ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണണം. 6 മണിക്ക് മുന്നേ ആയിട്ട്, മിനിമം 5:30 മുന്നേ ആയിട്ടുള്ള ക്യാൻഡിലെങ്കിലും നമ്മൾ സ്കിപ്പ് അടിക്കുക, ട്രേഡിനകത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതെന്തായാലും നിങ്ങൾ പാലിച്ചു പോകേണ്ട ഒരു കാര്യം കൂടെയാണ് കേട്ടോ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഇന്നത്തെ നമുക്ക് റേഞ്ചിലോട്ട് നമുക്ക് ആദ്യമേ പോവാം. നമുക്കിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിലോട്ട് തന്നെ പോവാം. ഓക്കെ, സോ ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4786 ഇന്നത്തെ റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് 4775 ടു 4830 വരെയാണ് ഇന്നത്തെ റേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അൺടിൽ US സെഷൻ. ഓക്കെ, US സെഷൻ വരെ ഈ ഒരു $50 മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. സോ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്താ വെച്ചാൽ 4775 4780 റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ 4775 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 4760 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ 4775 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 80 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ നമുക്കൊരു 815 അവിടെയൊക്കെ TP വെച്ച് പോവുകയും ചെയ്യാം. അല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ നമുക്ക് TP വെച്ച് പോകുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നമ്മളുടെ ഇതാണ് നമുക്ക് ഗോൾഡിലുള്ള ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി. നേരെ മറിച്ച് നമുക്കൊരു ഗോൾഡ് ബേസിക്കലി ഒരു ബെയറിഷ് ട്രെൻഡാണ്. ഓക്കെ, സോ നമ്മൾ ബൈ ചെയ്യുമ്പോഴും ഇന്നത്തെ ലെവലിൽ നമുക്ക് ബെയറിഷ് ആണ് മാർക്കറ്റ്. പക്ഷേ അവിടെ നിന്നൊരു സ്ട്രോങ് സപ്പോർട്ട് 80 അടുത്ത് നിന്നുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് ബൈ ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് 810 815 ലെവലിൽ നിന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അത് പക്ഷേ പ്രോപ്പറായിട്ടുള്ള 1 അവർ ക്യാൻഡിൽ അവിടെ റെസിസ്റ്റ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അവിടെ നിന്ന് സെല്ല് ചെയ്യാൻ എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോകുന്നു. ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും 6:30 ശേഷം അല്ലെങ്കിൽ ഈവൻ 6 മണിക്ക് ശേഷം ആപ്ലിക്കബിൾ അല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ GBP USD പോവാം. GBP USD വരുമ്പോൾ GBP USD വരുമ്പോൾ നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത് 1.3518 നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് പ്രോപ്പറായിട്ടുള്ള നല്ലൊരു സപ്പോർട്ട് 1.3500 തന്നെ ഉണ്ടാവും. 11:30 മണിക്ക് ന്യൂസ് വരുന്നുണ്ട്. സോ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ന്യൂസ് വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ 1.3500 അവിടെ തന്നെയാണ് 11:30 മണിക്കുള്ള ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 12:30 മണിക്കും 1.3500 മുകളിൽ തന്നെയാണ്. എന്നാൽ 1.3510 ലെവലിലൊക്കെ ആണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. 1.3460 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ചു പോകണം. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഔചിത്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരാം. യൂറോയിലോട്ട് വരുമ്പം USD വരുമ്പോൾ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.1779 നിൽക്കുന്നു. ഓക്കെ, സോ നേരെ എനിക്ക് നേരെ പറയാനായിട്ടുള്ള കാര്യം, യൂറോയിൽ നമുക്ക് 1.1700 to 1.1800 വരെയാണ് ഇന്നത്തെ റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് 1.1700 അടുത്തൊക്കെ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ 1.1700 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1640 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് 1.1660 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം.
ഓക്കെ. സോ നമ്മൾ നേരെ USD JPYയിലോട്ട് വരാം. USD JPYയിലോട്ട് വരുമ്പോൾ നമ്മളുടെ ഇപ്പോൾ കറൻ്റ്ലി 158.90 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഓക്കെ, അപ് ട്രെൻഡ് ആണ് മാർക്കറ്റ്. 158.20 ടു 159.50 വരെയാണ് ഇന്നത്തെ റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ 158.50 അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 158.50 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 157.90 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. 158.50 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 157.90 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 159.45 159.50 ആ ലെവലിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നത് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ബ്രോക്കർ എടുത്താലും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അതിൻ്റെ റെഗുലേഷൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എല്ലാ റെഗുലേഷൻസ് ഉള്ളൊരു കമ്പനിയാണ്. നമുക്ക് UAE ബേസ് ചെയ്തിട്ടുള്ള CMAയുടെ റെഗുലേഷൻ ഉണ്ട്, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ട് ASICയുടെ റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ട് FSCയുടെ റെഗുലേഷൻ ഒക്കെയുള്ള ബ്രോക്കറാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഡെപ്പോസിറ്റ് ബോണസ് നമുക്ക് തരുന്നുണ്ട്. ഡെപ്പോസിറ്റ് ബോണസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ആദ്യത്തെ $1000 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് അതിൻ്റെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇൻഷുറൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് $100,000 വരെ ലോയിഡ്സ് ബാങ്ക് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. UK നമ്പർ 1 ബാങ്കാണ് ലോയിഡ്സ് ബാങ്ക്. ഒരുപാട് സ്പോൺസർഷിപ്പ്, ഈവൻ NBA സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ വർഷത്തെ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്തത് നമ്മളുടെ സ്റ്റാർ ട്രേഡർ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോയി. ഇതെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റാർ ട്രേഡറിൻ്റെ സ്പോൺസർഷിപ്പും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ട്. നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ വെൽത്ത് ബിൽഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാ രീതിയിലുമുള്ള എന്താ പറയുക റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.